റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് PS പ്രശാന്തിനെ മാറ്റും. സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം നടക്കുന്നതിനാൽ ബോർഡിന്റെ കാലാവധി നീട്ടാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്തിരിയുകയാണ് സർക്കാർ. മുൻ MP A സമ്പത്ത് പുതിയ പ്രസിഡന്റ് ആയേക്കും. വിളപ്പിൽ രാധാകൃഷ്ണനാണ് CPIയുടെ പ്രതിനിധി. റഹീസ് റഷീദ് ചേരും കൂടുതൽ വിശദാംശങ്ങളുമായി. റഹീസ്, നിലവിലുള്ള ഭരണസമിതിയുടെ കാലാവധി നീട്ടി നൽകണമെന്നുള്ളതായിരുന്നു ഉള്ള ചർച്ചകൾ, തീരുമാനങ്ങൾ. പക്ഷേ ഇന്നലെ കോടതി നിലവിലുള്ള ഭരണസമിതിയെ കൂടി സംശയനിഴലിൽ നിർത്തിക്കൊണ്ട് കൂടുതൽ കടുപ്പിച്ച സാഹചര്യത്തിലാണോ അങ്ങനെ നിലവിലുള്ള ദേവസ്വം ബോർഡ് ഭരണസമിതിക്ക് കാലാവധി നീട്ടി നൽകേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്? ആരായിരിക്കും ഇനിയിപ്പോൾ പുതിയ സ്ഥാനത്തെത്തുക? റോഷ്നി, അങ്ങനെ തന്നെയാണ്. കാരണം മിനിഞ്ഞാന്ന് വരെ നിലവിലുള്ള ഭരണസമിതി തുടരട്ടെ എന്ന തീരുമാനമെടുക്കുകയും അടുത്ത ദിവസങ്ങളിൽ ഓർഡിനൻസ് എടുക്കാൻ സർക്കാർ തീരുമാനമെടുക്കുകയും ചെയ്തതാണ്. അതിനിടയിലാണ് ഇന്നലെ ഹൈക്കോടതി നിലവിലുള്ള ഭരണസമിതിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചത് പ്രതിക്കൂട്ടിൽ അവർ കൂടി നിൽക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചത്. ഇതോടുകൂടിയാണ് CPIM നേരത്തെ എടുത്ത തീരുമാനത്തെ തിരുത്താനുള്ള ഒരു ആലോചന നടത്തുകയും ഓർഡിനൻസ് ഇറക്കേണ്ടതില്ല എന്ന തീരുമാനത്തിൽ എത്തുകയും ചെയ്തത്. അതായത് ദേവസ്വം ബോർഡ് പ്രസിഡന്റായ PS പ്രശാന്ത് നയിക്കുന്ന ആ ഭരണസമിതി തുടരേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് CPM എത്തി. അത് സർക്കാരിനെ അറിയിക്കുകയും ചെയ്തു. പകരം ആര് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് CPIM നേതൃത്വം എത്തിയിരിക്കുന്ന ഒരു ധാരണ മുൻ ആറ്റിങ്ങൽ MP ഒപ്പം K രാധാകൃഷ്ണൻ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന A സമ്പത്തിനെ പ്രസിഡന്റാക്കാനുള്ള ആലോചനയാണ് CPM-ൽ സജീവമായി നടക്കുന്നത്. ഏതെങ്കിലും കാരണവശാൽ സമ്പത്ത് അതിനോടൊരു വിമുഖത കാണിക്കുകയാണെങ്കിൽ മറ്റ് രണ്ട് പേരുകളും പാർട്ടിയുടെ മുമ്പിലുണ്ട്. ഒന്ന് TK ദേവകുമാറാണ്. അദ്ദേഹം CPIM-ന്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. മുൻ ഹരിപ്പാട് MLA ആണ്. ഇപ്പോൾ കയർ ഫണ്ടിന്റെ ചെയർമാനാണ്. മറ്റൊന്ന് കോട്ടയത്ത് നിന്നുള്ള K അനിൽകുമാർ, CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. ഈ രണ്ട് പേരുകൾ കൂടി സമ്പത്തിന് താല്പര്യമില്ലെങ്കിൽ പരിഗണിക്കും എന്നതാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം CPI-യുടെ അംഗമായ അഡ്വക്കേറ്റ് A അജികുമാർ മാറുമ്പോൾ വിളപ്പിൽ രാധാകൃഷ്ണൻ വരും എന്ന കാര്യം ഉറപ്പായി. പാർട്ടി അക്കാര്യം തീരുമാനമെടുത്തിട്ടുണ്ട്. CPI-യുടെ സംസ്ഥാന കൗൺസിൽ അംഗമാണ്. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. അക്കാര്യത്തിലും ഒരു വ്യക്തത വരികയാണ്. ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ആരോപണ വിധേയരെ തുടരാൻ അനുവദിച്ചാൽ രാഷ്ട്രീയമായി CPM മറുപടി കൊടുക്കേണ്ടി വരും എന്നൊരു ചിന്ത ഓർഡിനൻസ് ഇറക്കണ്ട എന്ന് തീരുമാനിച്ചതിന് പിന്നിലുണ്ട്. മറ്റൊന്ന്, ഹൈക്കോടതി വിമർശിച്ച ആളുകളെ വീണ്ടും തുടരാൻ അനുവദിക്കുന്ന സാഹചര്യം വന്നാൽ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് സർക്കാരിനെ വിമർശിക്കുന്ന ഒരു സാഹചര്യം സർക്കാർ മുൻകൂട്ടി കണ്ടു. അതും ഇവർ തുടരേണ്ടതില്ല എന്ന തീരുമാനമെടുക്കാൻ കാരണമാണ്. മറ്റൊന്ന്, ഹൈക്കോടതി വിമർശിച്ച ആളുകളെ തുടരാൻ അനുവദിക്കുന്നതിനു വേണ്ടി സർക്കാർ ഒരു ഓർഡിനൻസ് ഇറക്കുമ്പോൾ ആ ഓർഡിനൻസ് നിയമമാകാൻ ഗവർണർ ഒപ്പിടേണ്ടതുണ്ട്. സ്വാഭാവികമായും സർക്കാരിനെ ഹൈക്കോടതി വിമർശിച്ച ആളുകളെ തുടരാൻ ഗവർണർ ആ സാഹചര്യത്തിൽ ആ ഓർഡിനൻസിൽ ഒപ്പിടാൻ ഒരു സാധ്യതയുമില്ല എന്ന് സർക്കാരും CPM-ഉം വിലയിരുത്തുകയും ചെയ്തു. ഈ മൂന്ന് ഘടകങ്ങൾ ഒത്തുവന്നപ്പോൾ ഇനി ഇവർ മുന്നോട്ട് പോയി ആ ഒരു റിസ്ക് സർക്കാർ എടുക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രശാന്തും ടീമും തുടരേണ്ടതില്ല, പുതിയ ടീം വരട്ടെ എന്ന് തീരുമാനിച്ചത്. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ അത് സംബന്ധിച്ച തീരുമാനമെടുക്കും. CPM-ന്റെ ആരാണ് പ്രസിഡന്റ് എന്ന കാര്യത്തിൽ നാളെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അന്തിമ തീരുമാനം വരും. ഇതിനിടയിൽ അടുത്ത മന്ത്രിസഭാ യോഗത്തിനിടയിൽ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നാൽ അതൊരു സാങ്കേതിക പ്രശ്നമാകും. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി കിട്ടിയാൽ മാത്രമേ പുതിയ ഭരണസമിതിക്ക് അധികാരമേൽക്കാൻ പറ്റൂ. പ്രത്യേകിച്ച് നവംബർ 17 മണ്ഡലകാലം തുടങ്ങുകയാണ്. അപ്പോൾ പുതിയ ഭരണസമിതി എന്തായാലും വേണ്ടിവരും. അതല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചില്ലെങ്കിൽ മാത്രം ചില നീക്കുപോക്കുകൾ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ പ്രത്യേകം ഒരു കമ്മിറ്റിയെ നിയമിക്കാൻ ഹൈക്കോടതിയെ സമീപിക്കുക എന്നതൊക്കെയാണ് സർക്കാരിന് മുന്നിലുള്ള വഴി. റഹീസ് റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ഈ നിലവിലുള്ള ഭരണസമിതിയുടെ കാലാവധി നീട്ടി നൽകേണ്ടതില്ല എന്നുള്ള തീരുമാനം, അപ്പോൾ ആരായിരിക്കും പുതിയ പ്രസിഡന്റ് എന്നുള്ളത് നാളെ തന്നെ അറിയാം. അത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. സാധ്യതകളാണ് റിപ്പോർട്ടർ ഇന്ന് പ്രേക്ഷകരുടെ മുന്നിലെത്തിച്ചത്.